ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വുമൺ പോലീസ് കോൺസ്റ്റബിൾ WCPO, അതായത് 3 കാറ്റഗറി നമ്പറിന്റെ ഡീറ്റെയിൽസ്. അതായത് ഒന്ന് കാറ്റഗറി നമ്പർ 94/2020 അതിന്റെ ഫൈനൽ അഡ്വൈസ് ഡീറ്റെയിൽസും, അതുപോലെ തന്നെ 592/2022 ഇപ്പോൾ ആക്റ്റീവായിട്ട് നിൽക്കുന്ന റാങ്ക് ലിസ്റ്റ്, അതിനകത്തുനിന്ന് പോസ്റ്റിംഗ് ഒന്നും നടന്നിട്ടില്ല, അതിന്റെ വേക്കൻസി, അതിന്റെ കാര്യങ്ങളും, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം എക്സാം നടന്ന 584/2023 അതിന്റെ ഡീറ്റെയിൽസും കൂടെ ക്രോഡീകരിച്ച് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യമേ കാറ്റഗറി നമ്പർ 94/2020 അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഷോർട്ട് ലിസ്റ്റിൽ ആകെ ഉണ്ടായിരുന്ന ആൾക്കാർ 1926 പേരാണ്. അതിന്റെ കട്ട് ഓഫ് 45 ആയിരുന്നു. അപ്പോൾ ഫിസിക്കലൊക്കെ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നപ്പോൾ 781 പേരായി മാറി. അത് ഏകദേശം ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്നതിന്റെ ഏകദേശം ഒരു 40% പേര് മാത്രമാണ് റാങ്ക് ലിസ്റ്റിൽ വന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ അഡ്വൈസ് ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ടോട്ടൽ അഡ്വൈസ് 815 അഡ്വൈസ് ആണ് ഇതുവരെ നടന്നിരിക്കുന്നത്. അതിൽ ഓപ്പൺ കോമ്പറ്റീഷനിൽ 696 റാങ്കുകാരന് അഡ്വൈസ് വന്നിട്ടുണ്ട്. EBTയിൽ 699 റാങ്കുകാരന് അഡ്വൈസ് വന്നിട്ടുണ്ട്. SSCക്ക് റാങ്ക് ലിസ്റ്റിൽ സപ്ലിമെന്ററി ലിസ്റ്റും മെയിൻ ലിസ്റ്റും ഫുൾ എടുത്തിട്ടുണ്ട്. STയിൽ സപ്ലിമെന്ററി ലിസ്റ്റും മെയിൻ ലിസ്റ്റും ഫുൾ എടുത്തിട്ട് ഏകദേശം 8 വേക്കൻസിയോളം NCAക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. പിന്നെ മുസ്ലിമിൽ റാങ്ക് ലിസ്റ്റിലെ സപ്ലിമെന്ററി ലിസ്റ്റിലും മെയിൻ ലിസ്റ്റിലും ഉണ്ടായിരുന്ന എല്ലാവർക്കും അഡ്വൈസ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വേക്കൻസി NCA ആയിട്ട് മാറ്റിവെച്ചിട്ടുമുണ്ട്. ലാത്തിൻ കത്തോലിക്ക്, ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെന്ററി ലിസ്റ്റ് 5, OBC 697, വിശ്വകർമ്മ 715, SIUC നാടാര് സപ്ലിമെന്ററി ലിസ്റ്റ് 2, ഹിന്ദു നാടാര് OCയിൽ നിന്നാണ് പോയിരിക്കുന്നത്. SSC/CCയിൽ മെയിൻ ലിസ്റ്റിലും സപ്ലിമെന്ററി ലിസ്റ്റിലുള്ള എല്ലാവർക്കും അഡ്വൈസ് പോയിട്ട് 3 വേക്കൻസിയോളം NCAക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ധീവര 750 ഉള്ള റാങ്കുകാരന് അഡ്വൈസ് പോയിട്ടുണ്ട്. ഈ STക്കും അതുപോലെ തന്നെ മുസ്ലിമിനും SSC/CCക്കുമുള്ള NCA വേക്കൻസിക്ക് വേണ്ടിയിട്ടുള്ള എക്സാമും കഴിഞ്ഞ ദിവസം നടന്ന എക്സാമിന്റെ കൂടാണ് നടന്നിരിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് ഈ ടോട്ടൽ അഡ്വൈസ് 815ഉം അതുപോലെ തന്നെ ഓപ്പൺ കോമ്പറ്റീഷനിൽ 696 പേരും. അത് ജസ്റ്റ് ഒന്ന് റിമൈൻഡർ ചെയ്ത് വെച്ചിരിക്കണം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റാങ്ക് ലിസ്റ്റ് നിലവിലുള്ള 592/2022 അതിനകത്ത് അതാണ് ഇപ്പം ആക്റ്റീവായിട്ട് നിൽക്കുന്ന റാങ്ക് ലിസ്റ്റ്. അതിനകത്ത് നാളെ എടുത്ത് തുടങ്ങിയിട്ടില്ല. അതിനകത്ത് ഷോർട്ട് ലിസ്റ്റിൽ 1753 പേരാണ് ഉണ്ടായിരുന്നത്. അതിന്റെ കട്ട് ഓഫ് 60.67 ആയിരുന്നു. അപ്പോൾ ഫിസിക്കലൊക്കെ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നപ്പോൾ 674 പേരായി മാറി. അത് ഏകദേശം ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാരുടെ 38% മാത്രമാണ്. ഓക്കെ, അപ്പൊ നിലവിൽ NJD വേക്കൻസി നിലവിൽ വന്നിട്ടുണ്ട്. അത് 1/6/2024 നിലവിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി വേക്കൻസികൾ അതിനകത്ത് റിപ്പോർട്ടായി തുടങ്ങും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം എക്സാം നടന്ന 28/6/2024 എക്സാം കഴിഞ്ഞ കാറ്റഗറി നമ്പറായ 584/2023 കുറിച്ചിട്ട് നമുക്ക് നോക്കാം. ചോദ്യപേപ്പർ കുറച്ച് ടഫ് ആയിട്ടുള്ള എക്സാം ആയിരുന്നു. എല്ലാ സബ്ജക്റ്റും, അതായത് GCAT പോർഷൻ ആയാലും മാത്സ് പോർഷൻ ആയാലും ഇംഗ്ലീഷ് പോർഷൻ ആയാലും മലയാളം പോർഷൻ ആയാലും ഒരുവിധം സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഉദ്യോഗാർത്ഥികളെ വളരെയധികം വിഷമിപ്പിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. മൈനസ് മാർക്ക് അടിക്കാനുള്ള ചാൻസുകൾ വളരെയധികം കൂടുതലാണ്. അതെല്ലാം കൂടെ കണക്ക് കൂട്ടിയിട്ട് നമുക്ക് നോക്കാം എങ്ങനെ സേഫ് സോൺ എങ്ങനെ വരും എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഇതിന്റെ സേഫ് സോൺ മാർക്ക് എത്രത്തോളം ആൾക്കാർ ഉൾപ്പെടുത്തും എന്നുള്ള ഇതിന്റെ ലിസ്റ്റ് നോക്കുന്നതിന് മുമ്പിട്ട് ഇപ്പൊ ക്യാൻസലായ ലിസ്റ്റിന്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ നമുക്ക് നോക്കാം. 94/2020 ഷോർട്ട് ലിസ്റ്റ് ഉണ്ടായിരുന്ന ആൾക്കാർ 1926 ആണ്. അതിനകത്ത് 781 പേരാണ് ഫിസിക്കലും കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. അതില് ഏകദേശം 696 പേരോളം ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് പോയി. നമ്മളിത് മെയിൻ ലിസ്റ്റിന്റെ കണക്ക് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. സപ്ലിമെന്ററി ലിസ്റ്റിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. മെയിൻ ലിസ്റ്റ് കൂടുന്നതനുസരിച്ച് സപ്ലിമെന്ററി ലിസ്റ്റിന്റെ എണ്ണം കൂടുന്നതായിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് 781 പേരാണ് 94/2020 റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. അത് ടോട്ടൽ ഓപ്പൺ കോമ്പറ്റീഷനിൽ പോയ ആൾക്കാർ 696 പേരാണ്. ഓക്കെ, ഇനി അതിന്റെ ആനുപാതികമായിട്ടാണ് 592/2022 ആൾക്കാരുടെ എണ്ണം നമുക്ക് നോക്കുമ്പോൾ 1753 പേരാണ് ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. പക്ഷെ റാങ്ക് ലിസ്റ്റിൽ വന്നപ്പോൾ 674 പേരായി വരാണ് മെയിൻ ലിസ്റ്റിൽ ഉള്ളത്, ഇപ്പോഴുള്ള റാങ്ക് ലിസ്റ്റിൽ ഉള്ളത്. അപ്പൊ കഴിഞ്ഞ തവണത്തെ അഡ്വൈസ് ഡീറ്റെയിൽസ് നമ്മൾ നോക്കുമ്പോൾ 696 പേർക്ക് ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പം മെയിൻ ലിസ്റ്റിൽ കിടക്കുന്നത് 674 പേര് മാത്രമേ ഉള്ളൂ. അപ്പം കുറച്ച് ആൾക്കാരുടെ വ്യത്യാസം അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റാങ്ക് ലിസ്റ്റ് ചുരുക്കിയ കാരണമാണ് അത്രയും ആൾക്കാരുടെ കുറവ് അവിടെ സംഭവിച്ചത്. ഓക്കെ, അപ്പോൾ അതേ കണക്ക് ഇനിയിപ്പോൾ 584/2023 WCPOയുടെ ആൾക്കാരുടെ എണ്ണം ഈ കണക്ക്, അത് കഴിഞ്ഞ തവണത്തെ, അതായത് 592/2022 അതിന്റെ ആനുപാതികമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ 1700 പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ അഡ്വൈസ് പോയത്, ടോട്ടൽ ഓപ്പൺ കോമ്പറ്റീഷൻ അഡ്വൈസ് പോയത് 696 പേർക്കാണ്. മെയിൻ ലിസ്റ്റിലുള്ള ആൾക്കാർ 674 ആണ്. എണ്ണം അവിടെ കുറവാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഇനി വരുന്ന ലിസ്റ്റിൽ ഏകദേശം ആദ്യത്തെ 94/2020 ഷോർട്ട് ലിസ്റ്റ് പോലെ ഒരു 1900 പ്ലസ് പേരുടെ
ഷോർട്ട് ലിസ്റ്റ് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യന്റെ ടഫ്നെസ്സിനോട് കൂട്ടിയിട്ട് നമുക്ക് ഏകദേശം ഒരു 45 മുതൽ 55 വരെ ആയിരിക്കാം സേഫ് സോൺ ആയിട്ട് വരും. ഇതൊരു കട്ട് ഓഫ് അല്ല, ആരും കട്ട് ഓഫ് ആയിട്ട് തെറ്റിദ്ധരിക്കരുത്. ഇത് എല്ലാം കൂടെ കണക്ക് കൂട്ടി നമ്മളൊരു അനാലിസിസ് ചെയ്തതിന് ശേഷം കിട്ടിയ ഒരു ഡേറ്റയാണ്. അതുകൊണ്ട് ഇത് കൂടിയോ കുറവോ ഒക്കെ സംഭവിക്കാം. പിന്നെ 50 മുതൽ 55 വരെയുള്ള ആൾക്കാർ സേഫ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിന്റെ ഫോളോ അപ്പ് ഉടൻ തന്നെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി. നമസ്കാരം.